ഈ ആഴ്ച മലയാള സിനിമയെക്കുറിച്ചുള്ള സിനിമകളുടെ ഒരു സീസൺ ആണെന്ന് തോന്നുന്നു. ഇന്ദ്രൻസിന്റെ ആശാൻ വന്നു, കൂടെ ഉദയനാണ് താരം റീ റിലീസും ഉണ്ടായിരുന്നു. ആ ലിസ്റ്റിലേക്കാണ് ജി പ്രജിത്തിന്റെ പുതിയ പടം ആശകളായിരം എത്തിയിരിക്കുന്നത്. സിനിമയെ ഭ്രാന്തമായി പ്രണയിക്കുന്ന കുറച്ച് മനുഷ്യരുടെ കഥയാണ് ഈ മൂവി പറയുന്നത്. നമ്മുടെ ഈ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ചെറിയ വഴക്കുകളൊക്കെ തുടക്കത്തിൽ ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നുമെങ്കിലും ഒരു പോയിന്റ് കഴിഞ്ഞാൽ പടം മൊത്തത്തിൽ ഒരു സ്റ്റേജ്ഡ് ഹ്യൂമർ രീതിയിലേക്ക് പോവുകയാണ്. കുറെ മെറ്റാ ഹ്യൂമർ വരുന്നുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിലെ ഡ്രാമയൊക്കെ ഭയങ്കര പ്രിഡിക്റ്റബിൾ ആണ്. പോരാത്തതിന് അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ മലയാള സിനിമ ആരുടെയും തന്തയുടെ വകയല്ല എന്ന ടൈപ്പ് ഗ്യാസ് പോയ മാസ് ഡയലോഗുകളൊക്കെയാണ് പടത്തിലുള്ളത്. സിമ്പിളായി പറഞ്ഞാൽ ഒരു അച്ഛനും മകനും തമ്മിലുള്ള മത്സരമാണ് കഥയിൽ നടക്കുന്നത്. പക്ഷേ കളി തുടങ്ങുന്നതിന് മുന്നേ തന്നെ അച്ഛൻ കപ്പടിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നതാവും ശരി. അജീഷ് ഹരിഹരൻ എന്ന 28 വയസ്സുകാരൻ സിനിമയിൽ ചാൻസ് തേടി നടക്കുന്ന ഒരാളാണ്. പുള്ളിയുടെ അച്ഛൻ ഹരിഹരൻ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. പണിയൊന്നുമില്ലാതെ ലക്ഷ്യമില്ലാതെ നടക്കുന്ന മകനോട് പുള്ളിക്ക് ഭയങ്കര ദേഷ്യമാണ്. പക്ഷെ സീൻ മാറുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായി അച്ഛൻ ഹരിഹരന് സിനിമയിൽ ഒരു ചെറിയ റോള് കിട്ടുന്നു. അവിടെ തുടങ്ങുകയാണ് പ്രശ്നങ്ങൾ. അത് ആ കുടുംബത്തെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് ആശകളായിരം എന്ന സിനിമ പറയുന്നത്. ജി പ്രജിത്തിന്റെ ഓരോ സിനിമയും അതിന്റെ റൈറ്ററുടെ സ്റ്റൈലിലായിരിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. വടക്കൻ സെൽഫി ഹ്യൂമറിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വിനീത് ശ്രീനിവാസൻ എഴുതിയ സിനിമയായതുകൊണ്ട് അതിനൊരു ഒഴുക്കൻ സ്വഭാവം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന സിനിമ കുറച്ചുകൂടെ സീരിയസ് ടോൺ ഉള്ളതായിരുന്നു. ഈ പടത്തിലേക്ക് വരുമ്പോൾ അരവിന്ദ് രാജേന്ദ്രനും കൂടെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടുള്ള ജൂഡ് ആന്റണി ജോസഫും ചേർന്നിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ജൂഡ് ആന്റണി ജോസഫിന്റെ മുത്തശ്ശി കഥ, സാറാസ് മുതലായ സിനിമകളിൽ കണ്ടിട്ടുള്ള തരം ഹ്യൂമർ ചില സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. അതായത് വരാൻ പോകുന്ന കോമഡി എന്താണെന്ന് ഏതാണ്ട് ഊഹിക്കാൻ പറ്റും. എളുപ്പത്തിൽ ഊഹിക്കാൻ പറ്റും എന്നത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു പ്രധാന പ്രശ്നം. ഫസ്റ്റ് ഹാഫിൽ ഈ അച്ഛൻ മകൻ തമാശകളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് വലുതായിട്ട് ബോറടിക്കില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിൽ പടം കുറച്ചുകൂടി ഇമോഷണൽ ഡ്രാമയിലേക്ക് മാറുമ്പോൾ പ്രെഡിക്റ്റബിലിറ്റി വലിയൊരു പ്രശ്നമാകുന്നുണ്ട്. തിയേറ്ററിൽ എൻ്റെ മുന്നിലിരുന്ന ആൾ അടുത്ത സീനും ഡയലോഗും എന്താണെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. സിവിക് സെൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പുള്ളിയോട് ദേഷ്യം തോന്നിയെങ്കിലും പുള്ളി പറഞ്ഞതൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ശരിക്കും പറഞ്ഞാൽ ആക്ടേഴ്സിന്റെ പെർഫോമൻസിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണിത്. പക്ഷേ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് ആക്ടേഴ്സിന്റെ കാര്യത്തിൽ അത്ര വലിയ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല, സിനിമ എങ്ങനെയെങ്കിലും താങ്ങി നിർത്താൻ അവർ മൊത്തം ഹ്യൂമറിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കുറെ സെൽഫ് റെഫറൻഷ്യൽ തമാശകൾ, സ്വയം താഴ്ത്തിക്കെട്ടുന്ന തമാശകൾ, പഴയ ഹിറ്റ് പാട്ടുകൾ, ഡയലോഗുകൾ, പിന്നെ ജയറാമൊക്കെയുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള മീമുകൾ, അതൊക്കെ ഈ സിനിമയിൽ കുത്തിക്കയറ്റിയിട്ടുണ്ട്. ക്രിയേറ്റീവ് ദാരിദ്ര്യം ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി ഒരുതരം ഫാൻ സർവീസ് പരിപാടി നടത്താൻ പടം കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഒരു പരിധിവരെ ഇതൊക്കെ വർക്കായിട്ടുമുണ്ട്. പല സീനിലും ഡയലോഗ് ഹ്യൂമർ കേട്ട് ഞാൻ നല്ലപോലെ ചിരിച്ചിട്ടുണ്ട്. പക്ഷെ പ്രശ്നം സെക്കൻഡ് ഹാഫിലാണ്. അവിടെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊരു ന്യൂആൻസ് ഒന്നും വരുന്നില്ല. ക്ലൈമാക്സ് ഭാഗത്തെ സുമിത് രാഘവൻ എപ്പിസോഡൊക്കെ കണ്ടപ്പോൾ ശരിക്കും ജൂഡ് ആന്റണി ജോസഫിന് ഫേസ്ബുക്കിൽ ഇടാൻ പറ്റാഞ്ഞ ഏതോ ഒരു ആന്റൈ നെപ്പോട്ടിസം കോണ്ടന്റ് സിനിമയിൽ കുത്തിക്കയറ്റിയതുപോലെയാണ് തോന്നിയത്. ജയറാം ഇപ്പോഴത്തെ തന്റെ ഏജിന് പറ്റിയ റോള് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആശാൻ എന്ന പടം ഒരർത്ഥത്തിൽ ഇന്ദ്രൻസിന്റെ കരിയറിനെ സെലിബ്രേറ്റ് ചെയ്തതുപോലെ ഈ സിനിമ ജയറാമിനെയും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഹ്യൂമർ ആയാലും, സെന്റിമെന്റൽ ഡയലോഗ് ഡെലിവറി ആയാലും, വാക്കുകളിലെ ദേഷ്യമായാലും, ഇമോഷണൽ സീൻസ് ആയാലും പുള്ളി മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ജയറാം എന്ന നടനെ ശരിക്കും ഉപയോഗപ്പെടുത്തിയ ഒരു പടമാണിത്. കാളിദാസ് ജയറാമിലേക്ക് വരുമ്പോൾ കാര്യമായൊരു ഇമ്പ്രൂവ്മെന്റ് ഒന്നും നമുക്ക് തോന്നില്ല. അനായാസം പെർഫോം ചെയ്യുന്ന ജയറാമിനൊപ്പമാണ് കാളിദാസ് സ്ക്രീൻ ഭൂരിഭാഗം സമയവും ഷെയർ ചെയ്യേണ്ടി വരുന്നത് എന്നത് ഓഡിയൻസിന് കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന പടത്തിലെ ആ ഐക്കോണിക് ക്ലൈമാക്സ് ഡയലോഗ് ആയിട്ടുള്ള "ഇപ്പോഴാണ് നീ ഒരു നടനായത്, എന്നാലും മികച്ച നടൻ ഇപ്പോഴും അച്ഛൻ തന്നെയാണ്" എന്നതൊക്കെ റൈറ്റർമാർ ഇവരെ കൊണ്ട് ഇവിടെ പറയിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ ഡയലോഗിനോട് നീതി പാലിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ കാളിദാസിന് സാധിക്കുന്നില്ല. ഡയലോഗ് ഡെലിവറിയിലെ പക്വതയില്ലായ്മ സിനിമയുടെ ആദ്യ പകുതിയിൽ കഥാപാത്രം ആ ഒരു രീതിക്ക് ആയതുകൊണ്ട് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. പക്ഷേ രണ്ടാം പകുതിയിൽ ആ ക്യാരക്ടറിന് മെച്യൂരിറ്റി വന്നു എന്ന് സിനിമ ക്ലെയിം ചെയ്യുമ്പോഴും പെർഫോമൻസിൽ അത് നമുക്ക് കാണാൻ സാധിക്കില്ല. നെപ്പോ ബേബി സൂപ്പർ സ്റ്റാർ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഷറഫുദ്ദീൻ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. പുള്ളിയുടെ ടൈമിംഗ് നമ്മളെ നല്ല രീതിയിൽ ചിരിപ്പിക്കുന്നുണ്ട്. എപ്പോഴും കാണുന്ന കുടുംബത്തിലെ ആണുങ്ങളെ തണുപ്പിക്കുന്ന സ്റ്റീരിയോ ടൈപ്പ് അമ്മ വേഷം ആശാ ശരത്ത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ റിലീസിന്റെ സമയത്ത് അതിന്റെ തിരക്കഥാകൃത്തായിരുന്ന ഷാരിസ് മുഹമ്മദ് ഒരു ചെറിയ പ്രസംഗം നടത്തിയിരുന്നു. അതായത് മലയാളികൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ സിനിമ മനസ്സിലാക്കി വന്നവരാണ്, അവർക്ക് സിനിമ കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേറെ ഒരാളുടെ സഹായം വേണ്ട എന്നതൊക്കെയായിരുന്നു അത്. നുറുങ്ങ് തമാശകൾക്കപ്പുറം ആശകളായിരം നിങ്ങൾക്ക് വർക്കാകണമെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ ഷാരിസ് മുഹമ്മദ് പ്രസംഗം കേട്ടിട്ട് രോമാഞ്ചം വന്നവരായിരിക്കണം നിങ്ങൾ. അതല്ല ആ വീഡിയോ കണ്ടപ്പോൾ ക്രിഞ്ചടിച്ച് മുഖം പൊത്തിയവരാണ് നിങ്ങളെങ്കിൽ എക്സ്പെക്ടേഷൻ സാമാന്യം നല്ല പോലെ കുറച്ചുകൊണ്ട് ഈ സിനിമ കാണുന്നതായിരിക്കും നല്ലത്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്